ഇപ്പം ഇവിടെ ഐക്യത്തിനുള്ള ഏക സാധനം വി ഡി സതീശനായിരുന്നു. ആ സാധനം വെച്ച് രണ്ട് കൂട്ടരും ഒന്നിച്ച് വന്നതാണ്. പക്ഷെ അപ്പോഴാണ് വേറെ വെട്ടാനുള്ള സാധനം ഇപ്പുറത്ത് ഇട്ട് കൊടുത്തത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം? നിങ്ങൾക്ക് അടുത്ത LDF സർക്കാർ വന്നാൽ പ്രയോജനമുണ്ടോ? അഥവാ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിനല്ലേ പോകുള്ളൂ. ഇപ്പം ഇതാ കണ്ടില്ലേ, വലിയ ബഹുമതികൾ കിട്ടുന്നു. അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയപ്പോൾ താങ്കൾക്ക് പത്മ കഫേയാണുള്ളത്. സർ, അങ്ങനെ വരുമ്പോൾ ഈ SNDP NSS ഐക്യം സംബന്ധിച്ചുള്ളൊരു വിഷയം പണ്ട് തൊട്ടേ നിലനിൽക്കുന്നതാണ്. അതെ, അത് ഓരോ പ്രാവശ്യവും പരാജയപ്പെടുന്നു, വീണ്ടും ശ്രമിക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു ഭാവി, അതായത് SNDP NSS ഐക്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? SNDP NSS ഐക്യമേ പരാജയപ്പെട്ടിട്ടുള്ളൂ. നായർ ഈഴവ ഐക്യം താഴെത്തട്ടിൽ വളരെ ശക്തമായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ സത്യം. അതാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ BJPക്ക് വോട്ട് കൂടുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. ഒരു പരിധിവരെ CPM പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇപ്പോൾ ആ ഒരു പോളറൈസേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏത് സ്ഥാനാർത്ഥി ആണ് മികവുള്ളത്, അല്ലെങ്കിൽ പിന്നെ ഹിന്ദുവിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് നോക്കി വോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം വരെ ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, തിരുവനന്തപുരത്ത് 20ഓളം കോൺഗ്രസ് സീറ്റുകൾ കിട്ടിയതിൽ പലതിലും ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലും കിട്ടിയിട്ടുണ്ട്. ഹിന്ദുവിന് പിന്നെ അപ്രമാദിത്വമല്ലെങ്കിലും തെറ്റില്ലാത്ത പിന്നെ മേൽക്കോയ്മയുള്ള സ്ഥലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥികളും അത്തരത്തിലുള്ളിടത്ത് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ മികവുള്ള സ്ഥാനാർത്ഥിയും കൂടെ വരുമ്പം അതിന് പ്രത്യേകമായൊരു മൈലേജും പിന്നെ ആ മെജോറിറ്റി സംഘടനകൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ എന്തായാലും താഴെത്തട്ടിൽ ഇത്തരത്തിലൊരു യൂണിറ്റി എങ്ങനെയോ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ഭയം കൊണ്ടോ എങ്ങനെയാണെന്നറിയില്ല, ഒരു യൂണിറ്റി താഴെത്തട്ടിൽ വന്നിട്ടുണ്ട്. അത് ഭയന്നിട്ടുകൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ അയ്യപ്പ സംഗമമൊക്കെ ഉണ്ടായത്. അയ്യപ്പ സംഗമത്തിനെ തുടർന്ന് പിന്നീട് ഇങ്ങോട്ട് ആ യൂണിറ്റി പല വിധത്തിൽ ശക്തമായി വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ നായർ ഈഴവ ഐക്യം എന്നും പറഞ്ഞുകൊണ്ട് ഈ രണ്ട് സംഘടനകളും മുന്നോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അവർക്കും മനസ്സിലായി തങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ മുദ്രാവാക്യം കൂടെ വേണം. NSSന് പിടിച്ചു നിൽക്കണമെങ്കിലും SNDPക്ക് പിടിച്ചു നിൽക്കണമെങ്കിലും വെറും ജാതി മാത്രം പറഞ്ഞാൽ പോരാ, അതിനൊരു ബ്രോഡ് ഔട്ട്ലുക്കും കൂടെ കൊടുക്കണം. കാരണം ഇന്നത്തെ യാഥാർത്ഥ്യങ്ങൾ അതിന് പിന്നെ പൊരുത്തപ്പെട്ടു പോകേണ്ടതാണ് എന്നുള്ളത് മനസ്സിലായി. ഇവിടെ വേറെ ഒരു പോളറൈസേഷൻ നടക്കുന്നു, ന്യൂനപക്ഷ പോളറൈസേഷൻ നടക്കുന്നു. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാലും ഏതാണ്ട് ഭൂരിപക്ഷത്തിനൊപ്പം വരുന്ന വിധത്തിലുള്ള ഒരു ശക്തിയുടെ പോളറൈസേഷൻ നടക്കുമ്പോൾ ആ പോളറൈസേഷനൊപ്പം പിടിച്ചു നിൽക്കാൻ NSSനും SNDPക്കും കഴിയണമെങ്കിൽ ഒരു ഹിന്ദു ഐക്യ മുദ്രാവാക്യം കൂടെ വേണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത്. അതായത് പല ചർച്ചകളിലും പലരും പറഞ്ഞു മടുത്ത ഒരു വാദമുണ്ട്. അതായത് ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂനപക്ഷമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ എടുത്ത് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് മുസ്ലിം വിഭാഗമാണ് കൂടുതലായുള്ളത് കേരളത്തിൽ എന്നാണ്. അപ്പോൾ നമ്മൾ സമുദായങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈഴവർ 27% അല്ലെങ്കിൽ അതിനടുത്താണ് വരുന്നത്. നായർ ആണെന്നുണ്ടെങ്കിൽ 14% വരുന്നു. അതൊരു 10% ഇപ്പോൾ വരുള്ളൂ, അത് കൂടുതലൊന്നും വരില്ല. പക്ഷേ മുസ്ലിങ്ങളുടെ കണക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് 30% വരുന്നു എന്നാണ് പറയുന്നത്. ക്രിസ്ത്യാനികൾ 18 അത്രയും ശതമാനമാണ് വരുന്നത്. അങ്ങനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആരാണ് ഇവിടെ ന്യൂനപക്ഷം എന്നൊരു ചോദ്യം വരികയാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഹിന്ദുവാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ പിന്നെ BJPക്ക് കിട്ടുന്ന വോട്ടും മറ്റ് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന വോട്ടും കൂടെ ചേർത്ത് ഒരു 30% ഇവിടെ ഹിന്ദുവിൻ്റെ താല്പര്യങ്ങൾ നോക്കി വോട്ട് ചെയ്യുന്നവർ. മറ്റുള്ളവരെല്ലാം അടിമ വോട്ടുകളാണ്. ഒന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇതിൽ പിന്നെ നിരീശ്വരവാദമോ അല്ലെങ്കിൽ പിന്നെ ഒരു വിമുഖതയുള്ള ഹിന്ദുത്വം എന്ന് കേൾക്കുമ്പോൾ തന്നെ വിമുഖതയുള്ള ഒരു ചിന്താഗതിയോ അല്ലെങ്കിൽ ആ റൂട്ടിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്നവരോ അവരുടെ ഒരു ഗ്രൂപ്പാണ് അവിടെ ഉള്ളത്. പിന്നെ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നത് അവർ മതേതരത്വം എന്ന് പറഞ്ഞിട്ട് വഞ്ചിക്കപ്പെടുന്ന ഒരു വിഭാഗം കൂടെയാണ്. എപ്പോഴും അവരോട് പറയുന്നത് മതേതരത്വത്തിന് നിൽക്കണം, ഇതാണ് നിൻ്റെ ശക്തി, നീയാണ് അതിനെ വലുതെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് പോകുന്ന ഒരു വിഭാഗം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 30% ഹിന്ദു ഇവിടെ ഉള്ളത്.